ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഹോംവർക്ക് ഉണ്ടായിരുന്നു. കുറച്ച് കാര്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അതിനിടയ്ക്കൊരു വേറൊരു വീഡിയോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. അത് കണ്ടായിരുന്നോ? അതെല്ലാം കണ്ടായിരുന്നോ ആ വീഡിയോ, അപ്ലോഡ് ചെയ്ത വീഡിയോ? 2 സെഷൻ വീഡിയോ ആണ്. അതൊരു സെഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അനാലിസ് ചെയ്തത് മനസ്സിലായോ? അതിനകത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ നോക്കണമെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയോ? PYQ അത് കണ്ടപ്പോഴത്തേക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടിയൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് തോന്നിയോ? കുറച്ചുകൂടിയൊക്കെ റെഡി ആയിട്ട് PYQ ചെയ്തിരുന്നെങ്കിൽ. ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞോ? ഒരു എക്കോസിസ്റ്റത്തിന്റെ പേര്, ഒരു ക്ലൈമാറ്റിക് വെജിറ്റേഷന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പറഞ്ഞോ. ഷോല എക്കോസിസ്റ്റം. എല്ലാവർക്കും കിട്ടിയായിരുന്നോ ആൻസർ? കിട്ടിയിട്ടുണ്ടായിരുന്നോ? നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. എന്തായിരുന്നു ചോദ്യം? ചോദ്യം എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ മൗണ്ടെയിൻ എക്കോസിസ്റ്റത്തിൽ ബിയോണ്ട് എ പെർട്ടിക്കുലർ ഹൈറ്റ്, ജനറലി ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 1400-1500 മീറ്റർ ആണ്. യൂഷ്വലി എവിടെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഓഫ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിന്റെ സതേൺ സ്ട്രെച്ചിൽ അവിടെയാണ് ഹൈറ്റ് കൂടുതൽ. ഇങ്ങോട്ട് വരുന്നവരും വെസ്റ്റേൺ ഗാർഡ്സിൽ ഹൈറ്റ് കൂടി വരികയാണ്. അപ്പോൾ ആ ഹൈറ്റ് കൂടി വരുന്ന ഏരിയസിൽ കാണുന്ന ആ ഒരു ക്ലൈമാറ്റിക് വെജിറ്റേഷൻ, എക്കോസിസ്റ്റം സക്സഷന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു വെജിറ്റേഷൻ ആണ് ഷോല എക്കോസിസ്റ്റം. അപ്പോൾ ആ ഷോല എക്കോസിസ്റ്റത്തിനെ പറ്റി ഒന്ന് നല്ലോണം നോക്കി വെച്ചേക്കാം. എവിടെയാണ് കാണുന്നത്? മൗണ്ടെയിൻസിലാണോ കാണുന്നത്, അതേ വാലീസിലാണോ കാണുന്നത്? മൗണ്ടെയിൻസിലാണോ വാലീസിലാണോ കാണുന്നത്? മൗണ്ടെയിൻസിലാണോ? ആ ഫോറസ്റ്റ് കാണുന്നത് മൗണ്ടെയിനിലാണോ വാലീസിലാണോ? ഡനിയിലെ വാലീസിലാണ്. വാലീസിലാണ്. അപ്പോൾ വാലീസിലാണ്. ഒരു സെക്കൻഡ് എന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഷോല ഫോറസ്റ്റ്. നിങ്ങൾ പൊന്മുടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പൊന്മുടിയിലൊക്കെ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കഴിയും. കാണുന്നുണ്ടോ? ഈ ഇങ്ങനെയുള്ള ഫോറസ്റ്റ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ കാണുന്ന ഫോറസ്റ്റിനെയാണ് നമ്മൾ ഷോല ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. മൗണ്ടെയിൻസ് ഉണ്ടാവും. മൗണ്ടെയിൻസിൽ ഗ്രാസ് ലാൻഡ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഞാനതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുതാം. ഒരു സെക്കൻഡ്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി ഷോല. ഇവിടെ ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഇത് ഗ്രാസ് ലാൻഡ് ആണ്. ഈ കാണുന്നതാണ് ഷോല ഫോറസ്റ്റ്. ഇത് സൗത്ത് വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒരു ഫീച്ചറാണ്. NCERTയിൽ എവിടെയോ വിന്ധ്യാസിലും കൂടെ കാണുന്നുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ വിന്ധ്യാസിൽ മെൻഷൻ ഷോലാസ് കാണാം എന്നുള്ളത് NCERTയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു റോളിംഗ് ഗ്രാസ് ലാൻഡ് ആണ്. അങ്ങനെ വിളിക്കുന്ന റോളിംഗ് ഗ്രാസ് ലാൻഡ്. ഗ്രാസ് ലാൻഡ്, അതിനിടയ്ക്ക് ഫോറസ്റ്റ് കാണാനായിട്ട് കഴിയും. പൊന്മുടി പോകുന്ന ആൾക്കാർക്ക് ഇത് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇത് മൗണ്ടെയിൻസിൽ കാണാത്തത്, വാലീസിൽ മാത്രം കാണുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? മെയിൻലി എഫക്റ്റ് ഓഫ് വിൻഡ്. നമുക്ക് ഈ മൗണ്ടെയിൻസിൽ ഫോറസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു അവസ്ഥ? വിൻഡ് കാരണം ഇത് ബ്രേക്ക് ഡൗൺ ആവില്ലേ?
വിൻഡ് കാരണം മരങ്ങൾ ഒടിഞ്ഞു പോകത്തില്ലേ. അപ്പോൾ വിൻഡിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗണ്ടൈൻ വാലീസിൽ ഈ സാധനം കാണുന്നത്. ഓക്കെ, ദിസ് ഈസ് ഷോല ഗ്രാസ് ലാൻഡ്സ്, ഷോല ഫോറസ്റ്റ്. വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആണ്. ഒത്തിരി ബയോഡൈവേഴ്സിറ്റി ഇവിടെ ഉണ്ട്. അപ്പം ഈ ഷോല ഫോറസ്റ്റും ഷോല വെജിറ്റേഷനും ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം, വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനെ വിളിക്കുന്ന പേര് നമ്മൾ ക്ലൈമാക്സ് സക്സഷൻ വിളിക്കുന്നത്. ക്ലൈമാറ്റിക് ഫീച്ചർ കാരണം ഉണ്ടായിട്ടുള്ള ക്ലൈമാക്സ് വെജിറ്റേഷൻ. എക്കോളജിക്കൽ സക്സഷൻ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഹൈ ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു ഏരിയ ആണ്. അടുത്തതായിരുന്നു വർക്ക്, വേറെ കൂടി തന്നിട്ടുണ്ടായിരുന്നല്ലോ. വേറെ എന്തായിരുന്നു? കുറച്ച് ആൾക്കാർ ഈ ലൈക്ക് ക്ലാസിഫിക്കേഷൻ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും നോക്കിയിരുന്നാൽ മതി. അത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് അങ്ങ് എഴുതിയിരുന്നാൽ മതി. വളരെ ഫാക്ച്വൽ ആണ്, കൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നിങ്ങൾ തന്നെ നോക്കിയിട്ട് അങ്ങ് എഴുതിയിരുന്നാൽ മതി. കമൻറ്റ് ചെയ്യിക്കോ, ചില വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കനഡി പോയിട്ട് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ അവിടെ നോക്കിക്കോളാം. ഫാക്ച്വൽ ആണ്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വീണ്ടും പറയണമെന്നുണ്ടോ? എനിക്ക് ക്വസ്റ്റ്യൻ അല്ല, ഏതെങ്കിലും ഏരിയ. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് PVQs നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞു PVQസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പ്രീവിയസ് നമുക്ക് ചെയ്യണം. ആനിമൽ കിങ്ഡോടെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നാളെ ആയിട്ടില്ല, ഇന്നോ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ആനിമൽ കിങ്ഡം ഇന്ന് തീരത്തില്ല, 2 ദിവസം കൊണ്ട് ആനിമൽ കിങ്ഡം തീർക്കണം. അപ്പോൾ അതുവഴി കുറേ ബേസിക് എക്കോളജി അങ്ങ് തീരും. അപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നത്. സോ നമുക്ക് അനിമൽ കിങ്ഡത്തിലേക്ക് പോവാം. സോ റൈറ്റ് ഡൗൺ ദി ഹെഡിങ് അനിമൽ കിങ്ഡം. അനിമൽ കിങ്ഡം ഞാൻ വളരെ കുറച്ചേ പറയുന്നുണ്ടാവുള്ളൂ, ബിക്കോസ് എനിക്കൊരു പെർട്ടിക്കുലർ പോർഷൻ, ഒരു സെപ്പറേറ്റ് പോർഷനായിട്ട് എടുക്കണമെന്നുണ്ട്, ഒരൊറ്റ ക്ലാസ് ആയിട്ട് എടുക്കണമെന്നുണ്ട്. Could you discuss the question on NPP, net primary productivity decreasing order you had given in the other day? ഓക്കെ, അത് എടുക്കുന്ന എക്കോസിസ്റ്റത്തിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങളത് ഞാനത് പറഞ്ഞുതരാം. കുറച്ച് എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് രണ്ടും കൂടെ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഇതിനകത്തും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പറയുന്നത് എന്താണോ അതൊന്ന് അതേപോലെ ഒന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. ആ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഞാൻ ഓരോന്റെ ഫിഗർ കാണിച്ചു നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി ഐഡിയ ഈ കാണിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് അനിമൽ ആണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പറഞ്ഞു എന്ത് അനിമൽ ആണെന്നുള്ളതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പേര് മാത്രം അറിഞ്ഞ് അതിന്റെ പേര് എഴുതിയിരുന്നാൽ മതി. അതൊരു അനിമൽ ആണെന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. കോറൽസ് അല്ല, സ്പോഞ്ചസ്. അനിമൽ ആണ്. സ്പോഞ്ച് ഈസ് ആൻ അനിമൽ. ആർ അനിമൽസ്. അത്ര മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. സ്പോഞ്ചസ് ആർ അനിമൽസ്, അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ? ഇനി ഞാൻ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ കാണിക്കാം, നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് എന്താണെന്നുള്ളത് പഠിക്കാം. പറഞ്ഞു എന്താണ് ജെല്ലി ഫിഷ്? ഓക്കെ, ജെല്ലി ഫിഷ്. അടുത്ത ഇവിടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇയാളെ കണ്ടിട്ടുണ്ടോ? ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ബേബി നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് ഈ ഒരു ഓർഗാനിസത്തിനെ വിളിക്കുന്നത്. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഓക്കെ, അടുത്ത എന്താ? നമുക്ക് ജസ്റ്റ് അതിന്റെ പേര് എഴുതേണ്ടത് ഞാൻ പറയാം. ജസ്റ്റ് ഇപ്പൊ ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്തേക്കാം. ഒരു ഐഡിയ?
സെപ്പിയ അല്ല. അതേഴ്സ് പറഞ്ഞോ. സി അനിമോൺ. സി അനിമോൺ തൽക്കാലത്തേക്കാണ് നിൽക്കട്ടെ. സി അനിമോൺ. അടുത്ത ഇതെന്താ? ഞാൻ നമ്പർ ഇടാം. അത് കണ്ടിട്ട് എന്തെങ്കിലും പേരിടാൻ തോന്നുന്നുണ്ടോ നിങ്ങൾ പേരിട്ടാൽ മതി. കോമൺ നെയിംസ് പഠിച്ചു. എൻ സി ആർ ടിക്കകത്ത് കൊടുത്തേക്കുന്ന ഇമേജസ് ആണ്. പേരിട്ടെ. എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഒരു സി. കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നു? പേരിട്ടോ, എന്തെങ്കിലും ഒരു പേരിട്ടോ. ഒന്നുമില്ലേ? സി ഫെദർ. കോം ജെല്ലി. കോം ജെല്ലി എന്ന് വിളിക്കുമെന്നുള്ള എനിക്ക് അറിയത്തില്ല. ഇതിനെ സി പെൻ എന്നാണ് യൂഷ്വലി വിളിക്കുന്നത്. സി പെൻ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോറൽ. ഇത് സി ഫാൻ. അപ്പോൾ ഇവിടെ കുറേ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരെയൊക്കെ നമ്മൾ എഴുതി, എല്ലാവരുടെയും ഫിഗർ ഓർമ്മയുണ്ടല്ലോ. ഫിഗർ ഓർത്ത് വെച്ചേക്കുക. സി പെൻ. ഈ കോമൺ നെയിം പഠിച്ചു വെച്ചാൽ മതി. സി അനിമോൺ, സി ഫാൻ, കോറൽ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ജെല്ലി ഫിഷ്. ഓക്കെ, ഇത്രയും ആൾക്കാരെ ചേർത്തിട്ട് നമ്മളൊരു പേര് വിളിക്കും. ഇവരൊരു ഫാമിലിക്കകത്ത് വരുന്ന ആളാണ്. ഇനി ഐഡിയ ബോട്ടണി പഠിച്ച ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർത്തിട്ട് ഒരു പേര് വിളിക്കും. എന്താണ്? യെസ്, നിഡേറിയൻസ്. നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് ഈ പേരാണ്. ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നത് നിഡേറിയൻസ് എന്ന് പറയുന്ന ഫാമിലിക്കകത്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ആ ഫിഗർ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കേണ്ടത്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇതിലേക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഇപ്പം നോക്കാം. നിഡേറിയൻസ് എന്ന് പറയുന്ന ഫാമിലിക്കകത്താണ് വരുന്നത് ഇതെല്ലാം വരുന്നത് എന്നുള്ളൊരു ഐഡിയ ആദ്യം പറഞ്ഞു വെച്ചേക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ, ഇതിനകത്ത് ഓരോ ഫീച്ചറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് അറിയേണ്ടത് ദേ ആർ നോട്ട് ഫിഷസ് എന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇതൊന്നും ഫിഷ് അല്ല. ഇപ്പൊ ജെല്ലി ഫിഷ് ഒരു ഫിഷ് അല്ല. ഓക്കെ, അത് അറിഞ്ഞു വെച്ചേക്കാം. മേ ബി UPSC അങ്ങനെ ഓപ്ഷൻ കൺഫ്യൂസ് ചെയ്യാനൊക്കെ തരും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം ഞാൻ ഈ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള കംപ്ലീറ്റ് PVQs നമ്മൾ ചെയ്യും. അപ്പോഴാണ് ഇത്രയേറെ പഠിച്ചതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഫിഷ് അല്ല. കോമൺ ആയിട്ട് മിസ്നോമർ ആണ് നമ്മളെ തെറ്റിക്കാനായിട്ട്. അതൊരു ഫിഷ് ആണെന്ന രീതിയിലൊക്കെ ചോദിക്കാം. ആ രീതിയിലൊക്കെ UPSC ഒത്തിരി ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സീ ഹോഴ്സ് ഒരു ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് മാമൽസ് ഓർ മാമൽസ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പോൾ സീ ഹോഴ്സ് എന്ന പേരൊക്കെ തന്നിട്ട് അത് മാമലാണോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. സോ ഒന്ന്, ദേ ആർ നോട്ട് ഫിഷസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2, നിങ്ങൾ ഈ ഫിഗേഴ്സ് നോക്കിയപ്പോഴത്തേക്ക് എന്ത് ഫീച്ചറാണ് ഇവിടെ കാണുന്നത്? ഈ 3 ഫിഗർ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ 1, 2, 3. പിന്നെ സി അനിമോൺ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ജെല്ലി ഫിഷ്. ഇത്രയും ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് എല്ലാവരും ബയോലൂമിനന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സം ഓഫ് ദം എക്സിബിറ്റ്സ് ബയോലൂമിനൻസ്. സം ഓഫ് ദം ലൂമിനസ്. ലൂമിനൻസിന്റെ സ്പെല്ലിംഗ് എന്താണ്? ഓക്കെ, ലൂമിനൻസ് ഇതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലൂമിനൻസ് അതായത് ഒരു ഷൈനിങ്. ഓക്കെ, ഒരു സ്പാർക്ലിംഗ് കാണാം. സം, ഇത് ക്രോസ് ചെക്ക് ചെയ്യണേ. നിഡേറിയൻസിന് ബയോലൂമിനൻസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. കളർ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആണോ നിഡേറിയൻസ് ബയോലൂമിനന്റ് ആണോ?
നമുക്ക് നോക്കാം, ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ അതും കഴിയുമല്ലോ. ആർ നിഡേറിയൻസ് ബയോലൂമിനസെന്റ് യെസ് ആണ്. നിഡേറിയൻസ് ബയോലൂമിനസെന്റ് ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഫോട്ടോ ഇവിടെ തന്നെ കിട്ടി. കുറച്ച് പേര് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ നോട്ട് ഷെയർ ചെയ്യാം, അതിനകത്ത് ഇതൊക്കെ ഉണ്ടാവും. ബയോലൂമിനസെൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെയാണെന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഫീച്ചർ കിട്ടി നമുക്ക്. നിഡേറിയൻസ് ബയോലൂമിനന്റ് ആണ്, ബയോലൂമിനസെൻസ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കിട്ടി. ഓക്കെ, അടുത്ത ഫീച്ചർ എന്താ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്? ഓക്കെ, നിഡോബ്ലാസ്റ്റ് റേഡിയൽ സിമെട്രി ഒക്കെ കുറെ ബയോളജി ആയി പോവും. സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് എല്ലാവർക്കും റേഡിയൽ സിമെട്രി ഒന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് ഈ ഫിഗർ എല്ലാം നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ എല്ലാത്തിലും കാണുന്നുണ്ടോ നോക്കുക. സീ പെൻ, സീ ഫാൻ, കോറൽസ്, സീ അനിമോൺ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ജെല്ലി ഫിഷ്, എല്ലാത്തിലും കോമൺ ആയിട്ട് ഫ്ലജെല്ലം ഉണ്ട്. ഫ്ലജെല്ലം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അതിനെ ടെൻഡക്കിൾസ് എന്ന് വിളിക്കാം. ചില ആൾക്കാർക്ക് ടെൻഡക്കിൾസ് ഉണ്ട്, എല്ലാവർക്കും നിർബന്ധമില്ല, പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് കണ്ടോ ഒരു പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓർഗൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബോഡി പാർട്ട് ഉണ്ടാവും. സി അനിമോണിൽ കണ്ടോ ടെൻഡക്കിൾസ് ഉണ്ട്, ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട്. പോർച്ചുഗീസ് മാൻ ഓഫ് വാറിലും ഉണ്ട് ടെൻഡക്കിൾസ്, അല്ലെങ്കിൽ ജെല്ലി ഫിഷ് നോക്കി കഴിഞ്ഞാലും കാണാം ടെൻഡക്കിൾസ്. ഓക്കെ, അപ്പോൾ അപ്പൊ ഫീച്ചേഴ്സ് ഒന്നും കോമൺ ആയിട്ട് എഴുതി വെച്ചാൽ മതി. ടെൻഡക്കിൾസ് അല്ലെങ്കിൽ ഫ്ലജെല്ലം ഉണ്ടാവും. ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പ്രിഡേഷന് വേണ്ടിയിട്ടാകാം, ഓക്കെ, അല്ലെങ്കിൽ എനിമീന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാകാം, എന്തിനു വേണ്ടിയിട്ടാകാം. ചിലത് പോയിസണസ് ആണ്, ചിലത് പോയിസണസ് അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അടുത്തൊരു ഫീച്ചർ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 2 എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ കാണാൻ കഴിയുന്നത് ഇപ്പൊ ഈ ജെല്ലി ഫിഷും കോറലും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്തേ. ജെല്ലി ഫിഷും കോറലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കോമൺ ഫീച്ചർ കിട്ടും. കോമൺ ഫീച്ചർ എന്നല്ല, ഒരു ഡിഫറൻസ് കിട്ടും. രണ്ട് നിഡേറിയൻസ് ആണ്, പക്ഷേ ജെല്ലി ഫിഷ് വേഴ്സസ് കോറൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കാണാൻ കഴിയും. ട്രാൻസ്പാരന്റ് ആണ്, ഓക്കെ, അതൊരു ഫീച്ചർ കാണാൻ കഴിയും. ഓക്കെ, അതാണ് ജെല്ലി ഫിഷും കോറലും തന്നെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻസ് കാണാൻ പറ്റുമോ? ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് എന്താണ്? മൊബൈലാണ്. യെസ്, മൂവ്മെന്റ്. യെസ് പ്രവീണ. കോറൽ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. അതില് അപ്പോൾ നിഡേറിയൻസിന്റെ വേറൊരു ഫീച്ചറാണ് നമുക്ക് കിട്ടിയത്. സം ഓഫ് ദം ആർ മൊബൈൽ, സം ആർ സ്റ്റാറ്റിക്. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇത്രയും ഫീച്ചേഴ്സ് എഴുതിയെടുത്ത് പോകുന്നുണ്ടോ? ഓക്കെ, ഇതിനകത്ത് എല്ലാ ആൾക്കാരെയും പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കോമൺ ആയിട്ട് പറഞ്ഞ ആൾക്കാരുടെ പേര് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. സീ പെൻ, സീ ഫിഷ്, കോറല്, സീ അനിമോൺ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ജെല്ലി ഫിഷ്, ഇത്ര ആൾക്കാരുടെ പേര് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അല്ലാണ്ട് അത് നിഡേറിയൻസ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്തൊന്ന് അറിഞ്ഞു വെക്കേണ്ട, സീ അനിമോണിനെ പറ്റി ഒന്ന് നോക്കി വെക്കണം. എന്താണ് സീ അനിമോണിന്റെ പ്രത്യേകത എന്നുള്ളത്? ഓക്കെ, സീ അനിമോണിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. സീ അനിമോൺസ് നമുക്ക് എൻ സി ആർ ടിയിൽ അല്ലെങ്കിൽ ലൈക്ക് എക്കോളജിയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെയാണ് ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ എടുക്കാം. ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് 1-2 ക്ലാസ്സിനുള്ളിൽ എടുക്കാം. ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്, ഈ എക്കോളജിക്കൽ ഇന്ററാക്ഷൻസിൽ സീ അനിമോണും ഒരു ഫിഷ് ഉണ്ട്, ക്ലൗൺ ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ് ഉണ്ട്. ഈ സീ അനിമോണും ക്ലൗൺ ഫിഷും തമ്മിലുള്ള എക്കോളജിക്കൽ ഇന്ററാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് എ മ്യൂച്വലിസ്റ്റിക് റിലേഷൻ, മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ. എന്താണ് ഈ മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ജെല്ലി ഫിഷ് അല്ലെ ക്ലൗൺ ഫിഷ്
അവരുടെ എനിമീസിനെ പേടിച്ച് വന്ന് ഒളിച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ സീ അനിമോണിന്റെ ടെൻഡക്കിൾസിനുള്ളിലാണ്. അപ്പോൾ ക്ലൗൺ ഫിഷിന് പിന്നെ അടുത്ത ഈ സീ അനിമോണിന്റെ ടെൻഡക്കിൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആർ പോയിസണസ്. എല്ലാ ടെൻഡക്കിൾസും ആയിരിക്കില്ല. ടെൻഡക്കിൾസിൽ ചിലത് പോയിസണസും ചിലത് നോൺ പോയിസണസും ആയിരിക്കും. അപ്പോൾ ക്ലൗൺ ഫിഷിന് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് ഇതിനകത്ത് ഏതാണ് പോയിസണസ് ഏതാണ് നോൺ പോയിസണസ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പോയിസണസ് അല്ലാത്തതിന്റെ ഇടയിൽ കൂടെ കയറി ഈ ടെൻഡക്കിൾസിനകത്ത് ഒളിച്ചിരിക്കാനുള്ള ഒരു സൗകര്യം ആർക്കുണ്ട്? ക്ലൗൺ ഫിഷിനുണ്ട്. അതേസമയം തിരിച്ച് അപ്പോൾ ക്ലൗൺ ഫിഷിനോട് ഒരു പോസിറ്റീവ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. തിരിച്ച് ഈ ക്ലൗൺ ഫിഷിനെ കൊണ്ട് സീ അനിമോണിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീ അനിമോണിന്റെ ഈ ടെൻഡക്കിൾസിന് ഇടയ്ക്കുള്ള ഇൻട്രാ സ്പേസ് അതിനുള്ളിൽ ഒത്തിരി വേസ്റ്റ് അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ വേസ്റ്റ് റിമൂവലാണ് സീ അനിമോണിന് വേണ്ടിയിട്ട് ക്ലൗൺ ഫിഷ് ചെയ്തു കൊടുക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടുപേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലിസ്റ്റിക് റിലേഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ? ഒരു ഇമേജ് ജസ്റ്റ് വേറൊരു ഇമേജ് നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ് ഇവിടെ തന്നെ വരും. സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. Benefiting each other. The anemone provides the clownfish with protection or shelter, while the clownfish provides the anemone nutrients in the form of waste, while also scaring in the form of waste removal ആണ്. ഇപ്പൊ അതും കൊണ്ട് വേസ്റ്റ് പ്രൊവിഷനും കൊടുക്കുന്നുണ്ട്. ക്ലൗൺ ഫിഷ് വേസ്റ്റും കൊടുക്കും. എക്സ്ക്രീഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് അതുവഴി ന്യൂട്രിയൻസിന് അനിമോൺസിന് ന്യൂട്രിയൻസും കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ? വേണമെന്നുണ്ടെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റിയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. വായിച്ചു നോക്കിയാൽ മതി ഇതിനകത്ത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് വച്ചേക്കാം. ക്ലിയർ? നോട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വായിച്ചാൽ മതി. ഓക്കെ അല്ലേ? ശരി, അപ്പൊ അത് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരാളെന്ന് പറയുന്നത് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കോറൽസ് ആണ്. സോ ഈ ഒരു പോർഷൻ നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടി വരും. കോറൽ റീഫ്സ് ഇന്ന് പറഞ്ഞു തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം പറയാം. കോറൽ റീഫ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. കോറൽ റീഫ്സ്, കോറൽസ്. ഓക്കെ, കോറൽ റീഫ്സിനെ പറ്റി അവിടെ നമുക്ക് നിൽക്കട്ടെ. അതിന് മുമ്പ് എന്താണ് കോറൽസ് എന്നുള്ള കാര്യം വേണം. ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് കോറൽസ് അല്ല, ആക്ച്വലി കോറൽ റീഫ്സ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കളർഫുൾ ആയിട്ടുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കുറേ പേര് ഇവിടെ കാണാം. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കുറേ പേരെ കാണാം. എന്താണിത് ആക്ച്വലി എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു സിംഗിൾ ഓർഗാനിസം ആണോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണോ നിങ്ങൾ ഈ കാണുന്നത്? ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. ഇതിനെ നമുക്കൊന്ന് അടുത്ത് കണ്ടു നോക്കാം. ആക്ച്വലി നമ്മൾ ലക്ഷദ്വീപിന്റെ മാലദ്വീപ്സിന്റെ ഒക്കെ ഫിഗർ കാണുമ്പോഴത്തേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോസ് ആണ് വരുന്നത്. കോറൽസിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഇത് ശരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓർഗാനിസത്തിനെ കാണാം. ഈ കാണുന്ന ആളെ വിളിക്കുന്ന പേരാണ് കോറൽ പോളിപ്പ്. കോറൽ പോളിപ്പ്. ഓക്കെ, എന്താണ് കോറൽ പോളിപ്പ് എന്നുള്ളതിന് ആദ്യത്തെ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കണം. കോറൽ പോളിപ്പ്
Coral polyps are marine animals of which family? Marine animals of which family? Cnidarian. Cnidarian family. എന്താണ് അവരുടെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തന്നു, ദേ ആർ ഇമ്മൊബൈൽ. ഇമ്മൊബൈൽ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചു വരാം. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരുകയാണ്. നാളെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോറൽ പോളിപ്പ് ആൻഡ് ജെല്ലി ഫിഷ്. നിഡേറിയൻസിലെ ഒരു ഫാമിലിയിൽ വരുന്ന 2 അംഗങ്ങൾ മാത്രമാണോ കോറൽ പോളിപ്പ്? അതേ കോറൽ പോളിപ്പും ജെല്ലി ഫിഷും തമ്മിൽ ഇൻ ടേംസ് ഓഫ് റീപ്രൊഡക്ഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നാളെ നോക്കിയിട്ട് പറയണം. അടുത്ത ക്ലാസ്സിൽ പറയോ? ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ വർക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ളിൽ കമൻറ്റ് ചെയ്താലും മതി. കോറൽ പോളിപ്പും ജെല്ലി ഫിഷും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ വർക്കായിട്ടിരിക്കട്ടെ. NCERT-ക്കകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. കോറൽ പോളിപ്പും ജെല്ലി ഫിഷും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു വേർഡ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ വേർഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് അത് ചോദിക്കാം. അത് എന്താണെന്നുള്ളത് നോക്കി വെച്ചേക്കാം. ആ കാര്യം ഞാൻ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് വിടുകയാണ്, അടുത്ത ദിവസം പറയാം. നമുക്ക് കോറൽ പോളിപ്പിലേക്ക് ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് അറിയാനായിട്ട് നമുക്ക് അതിനൊന്ന് അനാട്ടമി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ടെൻഡക്കിൾസ് കാണാം നിങ്ങൾക്ക് ഇവിടെ. സെക്കൻഡേ, തോന്നുന്നു ഇതിന്റെ ഇങ്ക് പോയി. ഓക്കെ, ചാർജ് പോയി. തൽക്കാലത്തേക്ക് ഞാൻ ആ ഫിഗർ വെച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അപ്പോഴത്തേക്ക് ചാർജ് ആവും. അപ്പം നിങ്ങൾക്ക് അവിടെ പെന്നിന്റെ ചാർജ് പോയി. ടെൻഡക്കിൾസ് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ. ഡീറ്റെയിൽ ആയിട്ട് ടെൻഡക്കിൾസിന്റെ ഇമേജ് കാണാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് അത് ഏതെങ്കിലുമൊക്കെ റോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. റോക്കിലോ പെർമനന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സർഫസിലോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കോറൽ പോളിപ്സ് ജീവിക്കുന്നത്. അപ്പൊ ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഭയങ്കര എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഹോൾ മസിലും അല്ലെങ്കിൽ ഹോൾ ബോഡിയും പുറത്തേക്ക് ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. അത് ഏത് നീഡേരിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. ഇതേ കണ്ടോ, വളരെ എക്സ്പോസ്ഡ് ആണ് പുറത്തേക്ക്. സി അനിമോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് വൾണറബിൾ ആയിട്ടുള്ള അതിന്റെ ബോഡി എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കാം, പുറത്തുനിന്ന് എനിമി വന്നു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഇതിനെ വേണമെങ്കിൽ പ്രേ ആക്കാം. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് ഇവിടെ നിഡേറിയൻ ഈ പറഞ്ഞ പോലെ സി അനിമോൺ ടെൻഡക്കിൾസ് ഉള്ളത്. വല്ല ഫിഷോ അല്ലെങ്കിൽ വല്ല പ്രിഡേറ്ററോ ഇതിനെ കഴിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ട് ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട് എനിമീനെ ഓടിച്ച് കളയാൻ കഴിയും, സ്കെയർ ചെയ്ത് ഓടിച്ച് കളയാൻ കഴിയും. അപ്പം അതിന് വേണ്ടിയിട്ട് അത് പോയിസണസ് ഒക്കെ ആയി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ നിഡേറിയൻസിനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ് നോക്കിക്കഴിഞ്ഞാൽ ജെല്ലി ഫിഷിന് ടെൻഡക്കിൾസ് കൊടുത്തേക്കുന്നതിന്റെ ഒരു ഉദ്ദേശം ജെല്ലി ഫിഷിനെ കഴിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഈ കഴിക്കാൻ വരുന്ന ആൾക്കാർ പ്രിഡേറ്റേഴ്സിനെ ഓടിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടെൻഡക്കിൾസ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ടെയിൽ പോലെ കാണാൻ കഴിയും. അപ്പോൾ നിഡേറിയൻസിന് മൊത്തത്തിൽ ഇതുപോലൊരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടാവും. അപ്പം അതുപോലൊരു മെക്കാനിസം ഇവിടെ കോറൽ പോളിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെൻഡക്കിൾസ് ഉണ്ട്, ഓക്കെ ഫൈൻ. അതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ മെക്കാനിസം തൽക്കാലത്തേക്ക് ആസ് ഓഫ് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറൽ പോളിപ്പ് മറ്റേതൊക്കെ മൊബൈൽ ആണെന്നെങ്കിലും പറയാം, വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്ത് പോകും എന്നെന്തെങ്കിലും പറയാം. പക്ഷെ ഇവിടെ ഇത് ഇമ്മൊബൈലാണ്. അപ്പോൾ കോറൽ പോളിപ്പിന്റെ ഡിഫിക്കൽട്ടി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇമ്മൊബൈലാണ്, 2 വളരെ ഫ്രജൈലാണ്, അതിന്റെ ബോഡി പാർട്സ് ഒക്കെ എക്സ്പോസ്ഡ് ആണ്. അപ്പൊ ഇത് ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ത്രെറ്റ്സ്
ത്രെറ്റ്സ് ഫ്രം എനിമീസ്. ഇതൊന്ന്. രണ്ടാമത്തെ മേജർ ത്രെട്ട് എന്തായിരിക്കും? ഇമ്മൊബൈൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മേജറായിട്ട് ഇത് അനുഭവിക്കുന്ന ത്രെട്ട് എന്തായിരിക്കും? ന്യൂട്രിയന്റ് അവൈലബിലിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് അവൈലബിലിറ്റി. അപ്പോൾ ഈ കോറൽ പോളിപ്പിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2-3 ഇഷ്യൂസിനെ ഓവർകം ചെയ്യണം. എനിമീനെ ഓടിക്കണം, ഫുഡ് അല്ലെങ്കിൽ എനിമീന്ന് പ്രൊട്ടക്ഷൻ വേണം, ഫുഡ് കിട്ടണം, അതിന്റെ ന്യൂട്രിയൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ ഒരു കോറൽ പോളിപ്പിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കോറൽ പോളിപ്പിന് കുറച്ച് എക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് നേച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഫീച്ചർ എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് പഠിക്കുമ്പോഴത്തേക്ക് കോറൽസിനെ പറ്റിയുള്ള ഒരു സെക്ഷൻ തീരും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് ഒരു സെക്ഷൻ തീരും. അപ്പം അതിനകത്ത് നമുക്ക് ഒന്നാമത്തെ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഫിഗറിൽ നിങ്ങൾക്ക് കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ കഴിയും. Can anybody identify what is this? ബ്ലീച്ചിങ് എന്നുള്ളതല്ല, ഇതിനെയാണ് നമ്മൾ കോമൺ ലാംഗ്വേജിലെ കോറൽ റീഫ് എന്ന് വിളിക്കുന്നത്. കോറൽ റീഫ്. ബ്ലീച്ചിങ്ങിലേക്ക് നമുക്ക് വരാം. കോറൽ റീഫ് എന്ന് വിളിക്കും. എന്താണ് കോറൽ റീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫിഗർ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. കോറൽ പോളിപ്പ് എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണ്. ഒരു ഓർഗാനിസം ഇവിടെ ഉണ്ടായി, അയാൾ അടുത്ത റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അയാളുടെ അടുത്ത യങ്ങർ ജനറേഷനും അവിടെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അയാൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അയാളുടെ അടുത്ത ഓസ്പ്രിങ്ങും അവിടെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ റീപ്രൊഡക്ഷൻ നടന്ന് ആ കോറൽ പോളിപ്പ് ഇരുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും അതിന്റെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഉണ്ടായി വരുന്നത്. ഫൈനലി കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു കോളനി ആയിട്ട് മാറും. കുറെ പേര് മരിച്ചു പോവും, കുറെ പേര് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കോറൽ പോളിപ്സ് റീപ്രൊഡ്യൂസ് ചെയ്ത് കോളനി ആയിട്ടാണ് ജീവിക്കുന്നത്. ഇതൊന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദേ സെക്രിയേറ്റ് കാൽഷ്യം റിച്ച് കോമ്പൗണ്ട്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ സെക്രിയേറ്റ് കാൽഷ്യം റിച്ച് കോമ്പൗണ്ട്സ്. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് സെക്രിയേറ്റ് ചെയ്ത് ഒരു കോറൽ പോളിപ്പ്, അത് ഡയഗ്രമാറ്റിക്കലി ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോറൽ പോളിപ്പ് ഉണ്ട്. ഇമാജിൻ ഇതൊരു കോറൽ പോളിപ്പ് ആണെന്നിരിക്കട്ടെ, ഞാൻ എൻ്റെ ഫിഗർ മാത്രം വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊരു കോറൽ പോളിപ്പ് ആണ്, അകത്തൊന്നും വരയ്ക്കുന്നില്ല. ദേ സെക്രിയേറ്റ് എ കാൽക്കേരിയസ് കോമ്പൗണ്ട്. കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടാണ് ഇത് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റ് കോമ്പൗണ്ട് വെച്ചിട്ട് അവർക്കൊരു ഔട്ടർ ലെയറിങ് അവരുണ്ടാക്കിയെടുക്കും. അവരുടെ എൻ്റയർ ബോഡി കൂടെയും ഒരു ഔട്ടർ ലെയറിങ് ഉണ്ടാക്കിയെടുക്കും. ഈ ലെയറിങ്ങിന്റെ ഉള്ളിലായിരിക്കും, സോ ദിസ് ഈസ് നോൺ ആസ് കാൽഷ്യം റിച്ച് കവറിങ് മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇതിനുള്ളിലായിരിക്കും ഈ ടെൻഡക്കിൾസ് ആ ജീവിയൊക്കെ ഇരിക്കുന്നത്. ദേ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോറൽ റീഫ്സ്. മനസ്സിലാവുന്നുണ്ടോ? കാൽഷ്യം കാർബണേറ്റ് വെച്ചുണ്ടാക്കി സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോറൽ റീഫ്സ്. ക്ലിയർ? അപ്പോൾ ഇവർക്ക് ഫുഡ് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷിതമായിട്ട് ഈ കാൽഷ്യം റിച്ച് ഷെല്ലിനകത്ത് ഇരിക്കും. നോർമലി ഇങ്ങനെയായിരിക്കും അവരിയ്ക്കുക.
ഫുഡ് വേണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത്, ഇപ്പോൾ യൂഷ്വലി അവർ ഫീഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീ കൂടെയൊക്കെ ഒഴുകി വരുന്ന ഫുഡ്, ഈ ഒഴുകി വരുന്ന ഫുഡിന് അവർ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഫുഡ് വരാൻ നേരത്തെ അവർ അവരുടെ ടെൻഡക്കിൾസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യും, പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് ഈ ഫുഡിനെ ക്യാച്ച് ചെയ്യും, ക്യാച്ച് ചെയ്തിട്ട് അതിനെ കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ദേ യൂഷ്വലി യൂസ് ദെയർ ടെൻഡക്കിൾസ് ടു കളക്ട് ഫുഡ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കോറൽ റീഫിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ത്രെറ്റ്സ്, എനിമി എന്നുള്ള ത്രെറ്റ്, രണ്ട് ഫുഡിന്റെ ത്രെറ്റ്, ഇത് രണ്ടും എങ്ങനെയാണ് കോറൽ പോളിപ്പ് ആസ് എ ഓർഗാനിസം കവർ ചെയ്യുന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ ആണോ? ശരി, നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യത്തിന്റെ ഒരു ഡെഫിനിഷൻ കൂടി ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ആദ്യം കോറൽ പോളിപ്പിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കാം. ഞാൻ ഡെഫിനിഷൻ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വെബിൽ നിന്ന് തന്നെ തരാം. കോറൽ പോളിപ്പ് ഡെഫിനിഷൻ നമുക്ക് എഴുതാം. വാട്ട് ആർ കോറൽ പോളിപ്സ്? ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡെഫിനേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെച്ചേക്കാം. ഇത് അത്ര ഒരു നല്ലൊരു ഡെഫിനേഷൻ അല്ല, നമുക്ക് കുറച്ച് ബെറ്റർ ഡെഫിനേഷൻ കിട്ടുമെന്നുള്ളത് നോക്കാം. ആക്ച്വലി ഞാൻ ഈ സൈറ്റിൽ നിന്നാണ് ആ ഫിഗർ എടുത്തത്. ഈ ക്ലാസ് ഒന്നും വേണ്ട, നിഡേറിയനും ആന്തസോവയൊക്കെ രണ്ടാണ്. മീൻസ് കുറച്ച് റിലേഷനൊക്കെ ഉണ്ട്, അതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് അറിയത്തില്ല, ബയോളജിയാണ് കുറച്ചുകൂടി. കോറൽ പോളിപ്പ് എന്ന് പറയുന്നത് ഞാൻ തന്നെ ഡെഫിനേഷൻ എഴുതാം. കോറൽ പോളിപ്പ് എന്താണെന്നുള്ളതായിരിക്കും ബെറ്റർ. സോ കോറൽ പോളിപ്പ് are invertebrate marine animals of, ഈ നിഡേറിയ എന്താണ്, ക്ലാസ് ആണോ ഫാമിലി ആണോ? ഇനി ബയോളജി സ്റ്റുഡൻറ്, എനിക്കത് കൃത്യം അറിയില്ല. ബയോളജി പഠിച്ച ആള്. ഫൈലമാണ്. ഫൈലം നിഡേറിയ. ഇതറിയാത്ത ആൾക്കാർ അതിനെപ്പറ്റി മൈൻഡ് ആക്കേ വേണ്ട. ഇൻവെർട്ടിബ്രേറ്റ് മറൈൻ അനിമൽസ് ഓഫ് ഫൈലം നിഡേറിയ. അതിനെപ്പറ്റി ആലോചിച്ച് നോക്കേ വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. ഫൈലം നിഡേറിയ, നിഡേറിയൻസ് ആണെന്ന് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. വിച്ച് ആർ immobile and lives alone or in colonies. അപ്പൊ അതും കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾ കോളനിയായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല, എലോൺ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വിച്ച് ആർ ലീവ്സ് എലോൺ ഓർ ഇൻ കോളനീസ്. ക്ലിയർ? എന്താണ് കോറൽ റീഫ് എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക്, some type of coral polyp occupies in colonies. They build large structure of calcium carbonate known as reefs. Clear? A statement പറയട്ടെ. Are all coral polyps build reef structure? ഇല്ല. അപ്പോൾ റീഫ് ബിൽഡിങ്ങും കോറൽസും ഉണ്ട്, റീഫ് ബിൽഡിങ്സ് ചെയ്യാത്ത കോറൽസും ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, എല്ലാ കോറൽസും റീഫ് ബിൽഡും ചെയ്യത്തില്ല. അതിനകത്ത് ഏത് കോറലാണ് റീഫ് ബിൽഡ് ചെയ്യുന്നത്, ആരാണ് ചെയ്യാത്തതെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്തിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ശരി, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കോറൽ പോളിപ്പ് എടുത്തു. നിങ്ങൾ പറഞ്ഞതുപോലെ കോറൽ പോളിപ്പിന് കുറച്ച് ഫുഡ് കിട്ടുന്നുണ്ട്, എനിമി എന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, സന്തോഷമാണ്. പക്ഷേ
ചില കോറൽ പോളിപ്പിന്, അതായത് റീഫ് ബിൽഡ് ചെയ്യുന്ന കോറൽ പോളിപ്പിന്, ഇപ്പൊ റീഫ് ബിൽഡ് ചെയ്യുന്ന കോറൽ പോളിപ്പിന് യൂഷ്വലി കാണുന്നത് ട്രോപ്പിക്സിനുള്ളിലാണ്. 30° നോർത്തിനും 30° സൗത്തിനും ഇടയ്ക്കാണ് റീഫ് ബിൽഡിംഗ് കോറൽസ് യൂഷ്വലി കാണുന്നത്. റീഫ് ബിൽഡിംഗ് കോറൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ലാർജ് സ്ട്രക്ചറിൽ കാണുന്നതാണ്. ലാർജ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഈ റീഫ് ബിൽഡിംഗ് കോറൽസ് കാണാൻ കഴിയും. ഈ റീഫ് ബിൽഡിംഗ് കോറൽസ് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ വലിയൊരു കോളനിയാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ, ഇതൊരു റീഫ് ബിൽഡിംഗ് കോറലാണ്. എന്തോരം വലിയ യൂണിറ്റാന്ന് നോക്ക്. ഇവർക്ക് ഇത്രയും വേണ്ട ഫുഡ് ഫ്ലോട്ട് ചെയ്ത് വരുമോ? ഇത്രയും ഫുഡ് ഫ്ലോട്ട് ചെയ്ത് ഇത്രയും ആൾക്കാരെ ഫീഡ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണോ? അല്ല. അപ്പോൾ ഫുഡ് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും അവർക്ക് കിട്ടുന്നത് വേണ്ടത്ര ഇനഫ് ക്വാണ്ടിറ്റിയിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നെയും അഡാപ്റ്റേഷൻ്റെ ആവശ്യമുണ്ട്. അതായത് കുറെ കൂടിയൊക്കെ ഫുഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂട്രിയൻസ് കിട്ടുകയാണ്, കുറച്ച് എളുപ്പത്തിൽ ന്യൂട്രിയൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ചാൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. ചാൻസ് എടുക്കാതെ സ്വന്തമായിട്ട് തന്നെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് ഹെൽപ്പായേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് ഓട്ടോട്രോഫ്സ് അല്ല, ഹെട്രോട്രോഫ് ആണ്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചതുപോലെ. അപ്പൊ അവർക്ക് ഫുഡ് കിട്ടാനായിട്ട് എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആ ഫുഡ് കിട്ടാനായിട്ട് അവരൊരു അഡാപ്റ്റേഷനിലേക്ക് പോവാണ്. അവര് സൂസാന്തല്ലെ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൽഗയുമായിട്ട്, ദീസ് ആർ ആൽഗെ. സോ കോറൽ പോളിപ്പ്, reef building coral polyp, particularly reef building coral polyps, engage in a mutualistic relationship between a group of algae known as zooxanthellae. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ റീഫ് ബിൽഡിംഗ് കോറൽ പോളിപ്സ് യൂഷ്വലി എൻഗേജ് ഇൻ എ സിംബയോട്ടിക് അല്ലെങ്കിൽ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് വിത്ത് എൻ ആൽഗെ. നമ്മൾ ലൈക്കൻ്റെ കേസിലും അല്ലെങ്കിൽ ക്ലൗൺ ഫിഷിന്റെ കേസിലും അല്ലാന്നുണ്ടെങ്കിൽ ആൽഗയുടെ കേസിൽ, നമ്മുടെ ആ ഒരു സ്ലോത്ത് ബെയറിന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. റീഫ് ബിൽഡിംഗ് പോളിപ്സ് യൂഷ്വലി സൂസാന്തല്ലെ ആയിട്ട് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ എൻഗേജ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയും. എന്താണ് ആ ഒരു റിലേഷൻ എന്നുള്ളത് ഞാൻ കാണിക്കാം. ഒരു സെക്കൻഡ്, ഞാൻ PPT എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, മൂവ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇല്ല, മൂവ് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ അങ്ങ് എഴുതാം. ഓക്കെ, വേറൊന്നുമില്ല. കോറൽ പോളിപ്പും ഈ കോറൽ പോളിപ്പിന്റെ മേളില് ഇരിക്കാനായിട്ട് ആർക്ക് സ്പേസ് കൊടുക്കും? ആൽഗയ്ക്ക് സ്പേസ് കൊടുക്കും. സോ ആൽഗെ, സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല ഇല്ല, ഞാൻ വരയ്ക്കുന്നത് കാണുന്നില്ലല്ലോ. ഇല്ല, ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും തുടങ്ങാം. ഓക്കെ, ആൽഗെ നോക്ക്, കോറൽ റീഫിന്റെ മേളിൽ അല്ലെങ്കിൽ കോറൽ പോളിപ്പിന്റെ മേളിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ആൽഗയ്ക്കുള്ള ബെനിഫിറ്റ് എന്താണ് പറഞ്ഞു? ഇനി നിങ്ങൾക്ക് പറയാൻ കഴിയും. ആൽഗയ്ക്കുള്ള ബെനിഫിറ്റ് ഇവിടെ കോറൽ പോളിപ്പിനും കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഷെൽട്ടർ. ഓക്കെ, ഷെൽട്ടർ. വാട്ട് ആർ ആൽഗെ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ടിവിറ്റി? ആൽഗെ എന്താണ്? ഒരു പ്രൈമറി പ്രൊഡ്യൂസറാണ്. പ്രൈമറി പ്രൊഡ്യൂസറിന് ലൈക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ
they need sunlight, they need nutrients. സൺലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമോ? ഒത്തിരി ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങളൊരു ഇമേജ് വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ലാൻഡ്, ഇത് ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ, ഇത് ലാൻഡ്, ഇത് ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിമം ഡിസ്റ്റൻസ് ഉണ്ട്. യൂഷ്വലി അതൊരു 1.5 കിലോമീറ്റർ ആണ്. കാരണം സൺലൈറ്റിനെ പെനിട്രേറ്റ് ചെയ്ത് ഓഷ്യനിലേക്ക് ഇറങ്ങാൻ പറ്റണം. സൺലൈറ്റിന് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റണം, അകത്തേക്ക് പോകാനായിട്ട് പറ്റണം. അപ്പോൾ യൂഷ്വലി ഇൻ ആൻഡ് അറൗണ്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡെപ്തിലാണ് മാക്സിമം. ഓക്കെ, ഒരു 99% ഓഫ് ദ കോറൽസ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ക്ലിയർ? അപ്പോൾ ആൽഗയ്ക്ക് ഫോട്ടോസിന്തസിസ് ഉണ്ടെങ്കിൽ സൺലൈറ്റ് വേണം. സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേ ഈ ആൽഗ ജീവിക്കത്തുള്ളൂ. അപ്പോൾ ക്ലിയർ ഓഷ്യൻ വാട്ടർ വേണം. അങ്ങനെ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന കോറൽ പോളിപ്പിന്റെ മേലിലായിരിക്കും ഈ ആൽഗ വന്നിരിക്കുന്നത്. നമ്മൾ ക്ലിയർ? ഇനി നിങ്ങൾ ലക്ഷദ്വീപും അല്ലാന്നുണ്ടെങ്കിൽ മാലിദ്വീപ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെയൊക്കെ സീ വാട്ടർ കണ്ടിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലാരിറ്റി ഉള്ള സീ വാട്ടർ അല്ലേ? സൺലൈറ്റിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റണം. മനസ്സിലായോ? ശരി. അതേപോലെ ഈ ഈ അപ്പൊ ആൽഗയുടെ കേസായി. അപ്പൊ ആൽഗയ്ക്ക് ന്യൂട്രിയൻസ്, ഈ ന്യൂട്രിയൻസ് ആര് കൊടുക്കും? ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വേറെ എന്തെങ്കിലും മൈക്രോ ന്യൂട്രിയൻസ് വേണം, ആര് കൊടുക്കും? കോറൽ പോളിപ്പിന്റെ കയ്യിൽ നിന്ന് ഈ ന്യൂട്രിയൻസ് കിട്ടും. കാരണം കോറൽ പോളിപ്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ബാക്കി അമോണിയ പോലുള്ള കോമ്പൗണ്ട്സ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ആര് കൊടുക്കും? നൈട്രജൻ. ഇപ്പൊ അമോണിയിൽ നിന്ന് നൈട്രജൻ കിട്ടും, ഓർമ്മയുണ്ടോ? ഇതൊക്കെ ആര് കൊടുക്കും? കോറൽ പോളിപ്പ് ആൽഗയ്ക്ക് കൊടുക്കും. ആൽഗ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് നടത്തും. അമേ ക്ലിയർ? ഓക്കെ, ഗ്രേറ്റ്. ഫോട്ടോസിന്തസിസ് നടത്തി കിട്ടുന്ന ഫുഡ് ആരുമായിട്ട് ഷെയർ ചെയ്യും? കോറൽ പോളിപ്പുമായിട്ട് ഷെയർ ചെയ്യും. മാത്രമല്ല കോറൽ പോളിപ്പ് ഉണ്ടാക്കുന്ന വേസ്റ്റ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയൊക്കെ ഒരു തരത്തിൽ നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഒരു തരത്തിൽ വേസ്റ്റ് ആണ്. ഈ വേസ്റ്റും ആര് റിമൂവ് ചെയ്യും? ആൽഗ റിമൂവ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് എഴുതി കഴിഞ്ഞാൽ, നമുക്ക് രണ്ടായിട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ, കോറൽ പോളിപ്പിന് എന്തൊക്കെ ബെനിഫിറ്റ്, ആൽഗയ്ക്ക് എന്തൊക്കെ ബെനിഫിറ്റ് എന്നൂടെ എഴുതി കഴിഞ്ഞാൽ, ആൽഗയ്ക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നു, ഷെൽട്ടർ കിട്ടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. കോറൽ പോളിപ്പിനാണെങ്കിലോ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ കിട്ടുന്നു, വേസ്റ്റ് റിമൂവൽ നടക്കുന്നു. ദെൻ അടുത്തെന്ന് പറയുന്നത് ലൈക്ക് ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് കിട്ടുന്നു. രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വലിസ്റ്റിക് റിലേഷൻ മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ കണ്ട കോറൽ പോളിപ്പിന്റെ കളറിന് കാരണം. ഇവിടെ കോറൽ പോളിപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള കളർ ഉണ്ട്. ഇത് ആരുടെ കളറാണ്? കോറൽ പോളിപ്പിന്റെ കളറാണോ സൂസാന്തലയുടെ കളറാണോ? ഏത് ടൈപ്പ് ഓഫ് ആൽഗയാണ് വന്നിരിക്കുന്നതിന്റെ ബേസിസിലാണ് ആ റീഫിന് അവിടെ കളർ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റീഫ് ബിൽഡിംഗ് കോറൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ട്രോപ്പിക്സിനുള്ളിലാണെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടെ അത് ഒന്നുകൂടെ വരച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ഒരു പേജ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജോഗ്രഫി അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു എർത്ത്, ഇപ്പൊ ഇതിനുള്ളിൽ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും. ഞാൻ പറഞ്ഞായിരുന്നു മെജോറിറ്റി ഓഫ് ദി റീഫ് ബിൽഡിംഗ് കോറൽസും ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിലാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും അതിന്റെ റീസൺ? ഇനി പറയാൻ കഴിയുമോ? റീഫ് ബിൽഡിംഗ് കോറൽസ് എന്ന് പറയുന്നത് എന്താണ്? ലാർജ് കോളനീസ് ആണ്. ഈ ലാർജ് കോളനീസിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് ന്യൂട്രിയൻസ് വേണം. അത് ആരെ കൊണ്ടേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? ആൽഗയ്ക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൽഗ പക്ഷേ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് വേണം. സൺലൈറ്റ് അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ റീഫ് ബിൽഡിംഗ് കോറൽസ് ധാരാളമായിട്ട് കാണുന്നത്. പിന്നെ ഡെപ്ത് ഞാൻ പറഞ്ഞായിരുന്നു, സർഫസിൽ നിന്ന് അറൗണ്ട് ഒരു 2 കിലോമീറ്റർ ഡെപ്തിലാണ് കാണുന്നത്. താഴേക്ക് പോകുന്തോറും ലൈറ്റ് ഇല്ല. യൂഷ്വലി കോറൽസ് കാണാറില്ല എന്ന് കരുതിയിട്ട് ആർ ദെയർ
Are there corals beyond tropics? Are there corals beyond tropics? Yes. Are there corals beyond 2 kilometer depth? യെസ്. അങ്ങനെ കോറൽസ് കാണുന്നുണ്ടെങ്കിൽ ഈ ബിയോണ്ട് 2 കിലോമീറ്റർ ഡെപ്തിൽ കാണുന്ന കോറൽസിനെ നമ്മൾ ഡീപ്പ് വാട്ടർ കോറൽസ് അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ് കോറൽസ് എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ക്യാൻ യു ഗെസ് ദിയർ കളർ? കളർ ഗെസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും കളർ? യെസ്. അതേഴ്സ്. മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കും വൈറ്റ്? അവിടെ ആൽഗയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അപ്പൊ അവർക്ക് അവരുടെ ഒറിജിനൽ കളറിൽ തന്നെ ജീവിക്കേണ്ടി വരും. മനസ്സിലായി? അപ്പൊ നമുക്ക് ഡീപ്പ് വാട്ടർ കോറൽസിന്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാല് കണ്ടോ, യൂഷ്വലി ഡീപ്പ് വാട്ടർ കോറൽ എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? അതേപോലെ അവരുടെ സൈസ് എങ്ങനെയായിരിക്കും? സ്മോൾ സൈസ് ആയിരിക്കും, ലാർജ് കോളനീസ് ആയിരിക്കും യൂഷ്വലി? ഓക്കെ, സ്മോൾ സൈസ് ഓൾസോ. Clear? So this is the ecology of coral reefs. This is the ecology of coral reefs. Clear ആണോ? ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്താണോ വെസ്റ്റേൺ ഭാഗത്താണോ കോറൽ റീഫ്സ് കാണാനുള്ള സാധ്യത കൂടുതൽ? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനാണോ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനാണോ കോറൽ റീഫ്സ് കാണാനുള്ള സാധ്യത കൂടുതൽ? വെസ്റ്റ്. ഓക്കെ. ഇപ്പൊ ഇവിടെ ലക്ഷദ്വീപും മാൽഡീവ്സ് ഒക്കെ ഇവിടെ ആലോചിച്ച് നോക്കിയാൽ ഈ ഭാഗത്തല്ലേ കാണുന്നത്. എന്തുകൊണ്ട് ഇവിടെ ലെസ് കോറൽ റീഫ്സ് കാണുന്നു? സാധ്യത എന്തൊക്കെയായിരിക്കാം? ലെസ് കോറൽ റീഫ്സ് കാണാനുള്ള സാധ്യത എന്തൊക്കെയായിരിക്കാം? പറഞ്ഞോ. കോറൽ റീഫ്സ് കാണുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ക്ലിയർ വാട്ടർ ആണ് വേണ്ടതല്ലേ? ക്ലിയർ വാട്ടർ വേണം. അപ്പോൾ ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ യെസ്, ഡനിയിൽ ആൻസർ പറഞ്ഞു. ഒത്തിരി റിവേഴ്സ് ഈ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുന്നില്ലേ? ഈ ഭാഗത്ത് എന്തായിരിക്കും? വാട്ടർ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, മഡി ആയിരിക്കും, നോട്ട് ക്ലിയർ ആയിരിക്കും. നിങ്ങൾ കോറൽ പോളിപ്പിന്റെ ഭാഗത്തും കൂടെ ആലോചിച്ച് നോക്കണം. അവര് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ദാറ്റ്സ് എൻ അനിമൽ, ദേ നീഡ് ഓക്സിജൻ. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറിലാണ്, മഡി അല്ലാത്ത വാട്ടറിലാണ് ഓക്സിജൻ എന്താണ് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഉണ്ടാവുന്നത്. ഓക്കെ. പക്ഷെ വാട്ടർ എപ്പോഴും ടർബുലേറ്റ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഓക്സിജൻ കണ്ടന്റ് ലെസ് ആയിരിക്കും. ടർബുലേഷൻ കുറഞ്ഞ വാട്ടറിലാണ് കൂടുതൽ ഓക്സിജൻ ഡിസോൾവ് ആവുന്നത്. സോ ഡിസോൾവ് ഓക്സിജൻ കണ്ടന്റ് ഒരു ഫാക്ടറാണ്. അത് ഈ ഭാഗത്ത് ഹൈ ആണ്. ഓക്കെ, ലെസ് ടർബിഡിറ്റി ആണ്. മോർ ക്ലിയർ വാട്ടർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്നിരുന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആൻഡമാനിൽ കോറൽ റീഫ്സ് കാണില്ലേ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? ദർ ആർ നോ കോറൽ റീഫ്സ് ഇൻ ആൻഡമാൻ.
ഫാൾസ്. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റൊരു വർക്ക് കൂടെ തരികയാണ്. ഇന്ത്യയിലെ മേജർ കോറൽ റീഫ് ലൊക്കേഷൻസ്. മേജർ റീഫ് ലൊക്കേഷൻസ് ഇൻ ഇന്ത്യ. അടുത്ത ദിവസം അല്ലെങ്കിൽ ആ വീഡിയോക്കുള്ളിൽ പറഞ്ഞാൽ മതി, ആൻസർ കമൻറ്റ് ചെയ്താൽ മതി. ശരിയില്ലേ? നമുക്ക് ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കോറൽ റീഫ്സിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കിയെടുക്കാം. ഗ്ലോബൽ കോറൽ റീഫ് ലൊക്കേഷൻസ്. ഇതിൽ നല്ല മാപ്പ് കിട്ടുമെന്നുള്ളത് നോക്കാം. മതി, നമുക്ക് ഈ ഒരു മാപ്പ് എടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏതിൻ്റെ കീഴിലാണ്? 30° സൗത്തും 30° നോർത്തിൻ്റെ ഇടയ്ക്കാണ്. ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് ഒരു മേജർ ലൊക്കേഷനാണ്. ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്ത്, വെസ്റ്റേൺ ഭാഗത്ത് കണ്ടോ, ഈസ്റ്റേൺ ഭാഗത്ത് വളരെ കുറച്ചേ ഉള്ളൂ ഈ ഭാഗത്ത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റീജിയൻ കണ്ടോ, ഇവിടെ ഓൾഡ് ഫിലിപ്പൈൻസ്, ഇവിടെ ഇന്തോനേഷ്യ, ഇവിടെ ഓസ്ട്രേലിയ. ഇതിനിടയ്ക്കുള്ള ഈ ഒരു സീലാണ് ഏറ്റവും കൂടുതൽ കോറൽ റീഫ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ, ഈ സീയെ വിളിക്കുന്ന പേരാണ് കോറൽ സീ. കോറൽ സീ അല്ലെങ്കിൽ കോറൽ ട്രയാങ്കിൾ എന്നൊക്കെ വിളിക്കും. ഓക്കെ, രണ്ട് വർക്ക് ഞാൻ തരാം. ഇന്ത്യാസ് മേജർ coral reef locations and world's major coral reef locations. ഇത് രണ്ട് ഹോംവർക്കാണ്. ഓക്കെ അല്ലേ? ശരി, ഇനി ഒരു കണ്ടീഷൻ കൂടി ആലോചിച്ച് നോക്കാം. ഒരു കാര്യം പറഞ്ഞ ശേഷം നമുക്ക് പെട്ടെന്ന് നിർത്താം. സൂസൻ തെല്ലിന്റെ കേസ് പറഞ്ഞു, കോറൽസിന്റെ കേസ് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു കാര്യം കൂടിയാണ്. ഇമാജിൻ ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഈ എക്കോസിസ്റ്റത്തിൽ പല രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സും സംഭവിക്കുകയാണ്. എക്സാമ്പിൾ, സീ അസിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഓഷൻ അസിഡിഫിക്കേഷൻ. ഓഷന്റെ അസിഡിറ്റി കൂടി വരികയാണ്. ഗ്ലോബൽ വാർമിംഗ്, സീ വാട്ടറും വാം ചെയ്യും. ഓഷ്യൻ വാർമിംഗ്, സിൽട്ടേഷൻ കൂടുതലാണ്. പൊല്യൂഷൻ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഹൂ വിൽ കം അണ്ടർ സ്ട്രെസ്? ആരാണ് സ്ട്രെസ് ആവുന്നത്? ബോത്ത് ആൽഗെ ആൻഡ് കോറൽ പോളിപ്പ് വിൽ ബിക്കം സ്ട്രെസ്ഡ്. സ്ട്രെസ് ആവുകയാണെന്ന് കരുതിയിട്ട് കോറൽ പോളിപ്പിന് ഇറങ്ങി പോകാൻ പറ്റുമോ എങ്ങോട്ടെങ്കിലും? അവിടെ നിന്ന് കുറച്ചുകൂടി ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല, ബിക്കോസ് ദീസ് ആർ ഇമ്മൊബൈൽ. സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നത്? ആൽഗയ്ക്കാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ആൽഗ എന്ത് ചെയ്യും? ആ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ലെസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിലേക്ക് പോകാനായിട്ട് നോക്കും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതേ നോക്കി എന്ത് സംഭവിക്കുമോ നോക്ക്. ആൽഗെ പതുക്കെ പോവാണ്. ആൽഗെ പതുക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കും നോക്ക്. സ്ക്രീൻ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കാണാൻ കഴിയുന്നുണ്ടോ? പതുക്കെ കോറൽസ് വൈറ്റ് ആണെന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല.
കോറൽസ് വൈറ്റ് ആണെന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി സ്റ്റോപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒന്നുകൂടി സ്ക്രീൻ ചെയ്ത് കാണിക്കാം. നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് പറയും. വൺ സെക്കൻഡ്, ഒന്നുകൂടി ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഹീറോ കാണിച്ചു തരാം. ഇപ്പൊ കാണുന്നുണ്ടോ? പതുക്കെ ആൾക്കെ പോകുമ്പോഴത്തേക്ക് കോറൽ റീഫ്സിന്റെ കളർ എന്താണെന്നുള്ളത് നോക്ക്. വൈറ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോറൽ ബ്ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? ശരി. അപ്പോൾ കോറൽ ബ്ലീച്ചിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. കോറൽ ബ്ലീച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി വൈറ്റനിങ് ഓഫ് കോറൽ റീഫ്സ്. upon removal of zooxanthellae. ഓക്കെ, സോ ആൽഗെ പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കോറൽ പോളിപ്പ് നശിച്ചു പോവോ? നശിച്ചു പോവോ? മരിച്ചു പോവോ? ആൽഗെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോറൽ റീഫ് അല്ലെങ്കിൽ കോറൽ പോളിപ്പ് നശിച്ചു പോവോ? ഇല്ല, കുറച്ച് ദിവസം കൂടെ സർവൈവ് ചെയ്യും. കൃത്യസമയത്ത് ആ കോറൽ ആൽഗെ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ന്യൂട്രിയൻസ് ഒന്നും കിട്ടാണ്ട് റീഫ് എല്ലാം തകർന്നു പോകും. ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് ഇക്കോളജി ഓഫ് കോറൽ പോളിപ്പ് ആൻഡ് കോറൽ റീഫ്സ്. ഇനിയും കുറേ പഠിക്കാനുണ്ട് നമുക്ക്. കോറൽ റീഫ്സിനെ പറ്റിയും കോറൽ പോളിപ്സിനെ പറ്റിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് അടുത്ത ദിവസം പറയാനായിട്ട് പറ്റത്തുള്ളൂ. തൽക്കാലത്തേക്ക് ഇന്നിപ്പം നിർത്താം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇന്ന് ആ ആനിമൽ കിങ്ഡത്തിനുള്ളിൽ നിഡേറി എന്ന് പറയുന്ന ഒരു ഫൈലത്തിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് കോറൽസിനെയും സി അനിമോണിനെ പറ്റിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട്. ആ ഡൗട്ട് മീൻസ് ആ വർക്കുകളൊന്നും ചെയ്ത് വെച്ചിട്ട് വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നാളെ 2 വീഡിയോയും പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇന്ന് ഒരെണ്ണം പോസ്റ്റ് ചെയ്യും, ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഇന്ന് പോസ്റ്റ് ചെയ്യും, ഇത് നാളെ പോസ്റ്റ് ചെയ്യും. ശരി, അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.